എൻ്റെ പേര് റോബിൻ എന്നാണ്. ഞങ്ങൾ ദോഹയിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് രണ്ടാമത്തെ പൈതലിനെ പ്രതിഷ്ഠിക്കാനാണ് ഞങ്ങൾ ഈ ചർച്ചിലേക്ക് കടന്നു വന്നത്. എല്ലാം ദൈവനാമത്തിനായി തീരട്ടെ. എൻ്റെ പേര് ജെറി. ഞാൻ കോട്ടയത്താണ് വീട്. ഞങ്ങൾ UK മാഞ്ചസ്റ്ററിലാണ്. ഇപ്പോൾ ഒരു അടുത്ത ആഴ്ച തിരിച്ച് ചെയ്യാൻ പോകുന്നു. ഷിനി ഇവിടെയോ കാണും. ഓക്കെ. പ്രൈസ് ലോർഡ്. കർത്താവിനുള്ള ഒരു പ്രാവശ്യം കൂടെ സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തോർത്ത് നന്ദി പറയുന്നു. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ പിന്നെയും ഈ സഭയിലേക്ക് കടന്നു വരുന്നത്. കർത്താവ് ഞങ്ങൾക്ക് രണ്ടാമതും ദാനമായ ഒരു ആൺകുഞ്ഞിനെ കൂടി തന്നു. കർത്താവ് ഞങ്ങൾ അത്ഭുതകരമായി അവിടെ മാഞ്ചസ്റ്റർ പഠനത്തിൽ നടത്തുന്നു. അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ഞങ്ങൾക്കുണ്ട്. ഇവിടുത്തെ ദൈവമക്കളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. ഡെലിവറി സമയത്തൊക്കെ ഞങ്ങൾ തന്നെയായിരുന്നു, എന്നാലും അവിടുത്തെ കൂട്ടായ്മയൊക്കെ ഞങ്ങൾക്ക് കൂട്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ തന്നെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. അതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കുടുംബം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പൽക്കാലം പപ്പയും മമ്മിയും എല്ലാവരും ഒത്ത് ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തോർത്ത് നന്ദി പറയുന്നു. എനിക്ക് കുറച്ച് ദിവസം ലീവ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ കാണും. നവംബർ വരെ ഇവിടെ ഉണ്ടാവും. ചാച്ചൻ തിരിച്ച് കടന്നു പോകും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇന്ന് ഇവിടെ ദൈവത്തെ ആരാധിക്കുവാനിടയാക്കി ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ ഞങ്ങൾക്കൊരു സെക്കൻഡ് ബേബി വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അപ്പം ഒത്തിരി ലേറ്റ് 7 ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് പേരിട്ട പോലെ തന്നെ ജോആൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗോഡ് വാസ് ഗ്രേഷ്യസ് ടു അസ്. ആ ഒരു പീരീഡെല്ലാം അങ്ങനെ ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇൻസുലിൻ എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഇൻസുലിൻ ഒന്നും എടുക്കാതെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു, ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ ബേബിയുടെ ഷുഗർ ഡൗൺ ആവും, അപ്പം കുഞ്ഞിനെ ICUയിൽ അഡ്മിറ്റ് ആവും, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാലും അതിനൊന്നും ഒരു ഇതും വരുത്താതെ ദൈവം ഒരു ദിവസം അവളുടെ ഷുഗറെല്ലാം നോർമലായിരുന്നു. 24 hours മോണിറ്ററിങ് ഉണ്ടായിരുന്നു. ഷുഗറെല്ലാം നോർമലായിരുന്നു. അടുത്ത ഡേ തന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകാനും എല്ലാം ദൈവം ഇടയാക്കി. അതിനെല്ലാം ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. 127 സങ്കീർത്തനം 3-ാം വാക്യം കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് സാധാരണ ഇവിടെ പരസ്യമായിട്ട് വായിച്ച് കേൾപ്പിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. 127-ാം സങ്കീർത്തനം 3-ാം വാക്യം. ചിൽഡ്രൻ ആർ എ ഹെറിറ്റേജ് ആൻഡ് എ റിവാർഡ് ഫ്രം ദ ലോർഡ് എന്നാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. മക്കളെ, നിങ്ങൾക്ക് ദൈവം ഈ മക്കളെ തന്നത് അവകാശമായിട്ടും പ്രതിഫലമായിട്ട് തന്നത് ഹെറിറ്റേജ് ആൻഡ് റിവാർഡ് എന്ന. തീർച്ചയായിട്ടും നിങ്ങളുടെ ആദ്യം ഓരോ മക്കളെ തന്നു, രണ്ടാമതും 2 കുഞ്ഞുങ്ങളെ കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിരിക്കുമ്പം ഇവിടെ ഒരു രീതിയുണ്ട്. വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് വ്യത്യസ്തമായിട്ട് തോന്നും. കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ആരാണ്? പാസ്റ്ററും അച്ഛനും മെത്രാച്ചനും ഒന്നുമല്ല. ആർക്കാണോ ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്തത് അവർ തന്നെയാണ് ആ കുഞ്ഞുങ്ങളെ എടുത്ത് കർത്താവിന് പ്രതിഷ്ഠിക്കേണ്ടത്. ലോർഡ്, യു ഹാവ് ഗിവൻ ദിസ് ചൈൽഡ് ആൻഡ് ഗിവ് ഇറ്റ് ബാക്ക് ടു യു. ഇത് അങ്ങേക്കായി, അങ്ങയുടെ മഹത്വത്തിനായി കർത്താവെ ഈ കുഞ്ഞിനെ ഞങ്ങൾ തരുന്നു, പ്രതിഷ്ഠിക്കുന്നു. അതാണ് പ്രതിഷ്ഠ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, അല്ലേ? പഴയ നിയമത്തിൽ നമ്മളത് കാണുന്നു, പുതിയ നിയമത്തിൽ നമ്മളങ്ങനെ എടുത്ത് കാണുന്നില്ല. പക്ഷേ യേശുവിൻ്റെ അടുത്തേക്ക് അനുഗ്രഹിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു, അല്ലേ? അവരെ തടഞ്ഞവരെ യേശു പറഞ്ഞു, അങ്ങനെ തടയരുത്, അങ്ങ് വിട്, അവരെ പോലെ ആകണം നിങ്ങളും എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവരെ അനുഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് സഭയായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം, നമുക്ക് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാം. പക്ഷേ പ്രതിഷ്ഠിക്കേണ്ടത് നിങ്ങളാണ്. ഇത് ഞാൻ ചിലപ്പം പറയുമ്പോൾ അവർ ഞെട്ടു, അയ്യോ ഞങ്ങളോ പാസ്റ്ററല്ലേ? അല്ല, ശരിക്കും പറഞ്ഞാൽ പ്രതിഷ്ഠിക്കേണ്ടത് പേരൻസ് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് വീട് പ്രതിഷ്ഠിക്കുമ്പോഴും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പണ്ട് അറിവില്ലാത്ത കാലത്ത് ഞാൻ എല്ലാവരുടെയും വീട് ചെന്ന് പ്രതിഷ്ഠിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു വീട് ദൈവം തന്നപ്പോഴാണ് ദൈവം അത്, ഒരു ദേവദാസൻ പറഞ്ഞു, ഇവരുടെ വീട് അവരാ പ്രതിഷ്ഠിക്കേണ്ടത്, ഞാനല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടാണ് പ്രതിഷ്ഠിപ്പിച്ച ഞങ്ങളുടെ വീട്. അന്ന് തൊട്ട് പിന്നെ ഞാൻ എവിടെ പോയാലും ആ വീട് ആരുടെയാണോ അവരെ കൊണ്ടാണ് പ്രതിഷ്ഠിപ്പിക്കുന്നത്. കാരണം അവർക്കേ ആ റൈറ്റുള്ളൂ പ്രതിഷ്ഠിക്കാൻ. വല്ലവരുടെയും പേരെടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുമ്പം കർത്താവിൻ്റെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം, ഡു യു റെക്കഗ്നൈസ് ദാറ്റ് ദീസ് ചിൽഡ്രൻ ആർ ഗിഫ്റ്റ്സ് ഫ്രം ഗോഡ് ആൻഡ് ഡു യു ഗിവ് താങ്ക്സ് ഫോർ ദിസ് ബ്ലെസ്സിങ്? നിങ്ങൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരാണോ ദൈവം തന്ന ഈ ദാനങ്ങൾക്കായിട്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഞങ്ങൾ വാട്ട് വി ബിലീവ് ഈസ് ആക്ച്വലി ചിൽഡ്രൻ വിൽ ബി വാട്ട് ദേ സീ. ഈ കുഞ്ഞുങ്ങൾ നാളെ എന്തായിത്തീരുമോ, അവരെന്ത് കാണുന്നുവോ അതായിത്തീരും. അവർ കേൾക്കുന്നത് പോലുമല്ല, കാണുന്നതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളെങ്ങനെ അവരുടെ മുമ്പിൽ ജീവിക്കുന്നുവോ അത് കണ്ടാണ് അവർ വളരുന്നത്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യത്തെ ഓരോ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ വളർത്തിയ ഒരു അനുഭവം നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ അനുഭവം കൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ കുഞ്ഞിനെ വളർത്തരുത്. അതിൻ്റെ അർത്ഥം അന്നന്ന് ദൈവത്തോട് കൃപ ചോദിച്ചു വേണം നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ. അങ്ങനെയെങ്കിൽ ഇന്ന് സഭയുടെ മുമ്പാകെ നിങ്ങളൊരു തീരുമാനം എടുക്കുമോ, ഈ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഏറ്റവും മാതൃകയോടെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ജീവിച്ച് ഒരു ഉത്തമ പിതാവിനും മാതാവിനും വേണ്ടുന്ന എല്ലാ ഗുണഗണങ്ങളും ഞങ്ങളിലുണ്ടാകേണ്ടതിന് ഒക്കെ ഞങ്ങളാൽ എല്ലാ പരിശ്രമം ചെയ്യുമെന്ന് നിങ്ങളൊരു തീരുമാനവും തീർച്ചയായിട്ടും സഭയായ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ ഈ സമയം എടുക്കുന്നുവോ? എടുക്കുന്നതിന് ആദ്യം റോബിനും റിനിയും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നത് ജോഹാൻ ആലീസ്. ആലീസ് മമ്മി ആയിരിക്കുമല്ലേ? ആ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ജോഹാൻ ആലീസ് അലക്സിനെ ഈ കുഞ്ഞിനെ അവർ പ്രാർത്ഥിച്ച് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് ദൈവത്തിൽ നിന്ന് അവർ എഴുന്നേറ്റ് അവർ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയം നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് കേൾക്കാം. സ്നേഹമുള്ള ദൈവമേ, അൻപുളേശുവേ, രാവിലെ കാലം നിന്റെ സന്ധി കടന്നു വരുത്താവേ, ഞങ്ങൾക്ക് തന്ന 2 പൈതങ്ങളെയും ദാനമായ 2 പ്രത്യേകിച്ച് സെക്കൻഡ് ചൈൽഡിൽ ഞങ്ങൾ ജോവാനെ നിൻ്റെ കരങ്ങളെ തിരഞ്ഞപ്പിച്ച താവേ, ഞങ്ങൾക്കറിയില്ല പക്ഷേ മുന്നോട്ട് പോകേണ്ട വഴികൾ താവേ നീ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവേ, പൈതൽ വളർത്തുവാനുള്ള കൃപകൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കും. താവേ, ഞങ്ങൾക്ക് തന്ന ദാനത്തിനെ നിനക്ക് തിരഞ്ഞപ്പിച്ച നിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. താവേ, അത് അന്ത്യത്തോളം നിൻ്റെ കൃപയിൽ വളർത്തുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. താവേ, സകലം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഹാലിയ വാക്തങ്ങളെ സ്വർഗീയ പിതാവേ, അപ്പോൾ ഹാലിയ ഈ പകൽക്കാലപ്പ ഞങ്ങളപ്പോൾ ഹാലിയ അങ്ങയുടെ സന്നിധിയിലപ്പോൾ ഞങ്ങൾക്ക് ഒരാളുടെ കൃപ നിന്നെ ആസ്വാദനം ചെയ്യാൻ നന്ദി പറയുന്നു. ഈ സമയം അപ്പോൾ ഹാലിയ നെഹമയ മാത്യു ജെറി എന്ന ഈ പൈതലിനെ അപ്പോൾ ഹാലിയ ഞങ്ങളുടെ പൈതലിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപ്പോൾ ഹാലിയ അങ്ങയുടെ മുമ്പിൽ അപ്പോൾ ഹാലിയ സഭയുടെ മുമ്പാകെ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന അപ്പോൾ ഹാലിയ മുമ്പോട്ടപ്പോൾ ഹാലിയ അങ്ങയുടെ വചനപ്രകാരം അപ്പം ഞങ്ങൾക്ക് അപ്പോൾ ഈ പൈതലിനെ വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരുന്നതിനെ ആസ്വാദനം ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഹാലിയ മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞുങ്ങളെ നമുക്ക് എല്ലാവർക്കും വലങ്കരങ്ങളെ അവർക്ക് നേരെ നീട്ടിയൊന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഈ 2 കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ദൈവം അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങളെയും ഇപ്പോൾ അവർ തന്നെ പ്രതിഷ്ഠിച്ച 2 കൊച്ചു കുഞ്ഞുങ്ങളെയും നമുക്ക് ഏൽപ്പിച്ച് നമുക്ക് അവർക്കൊന്ന് പ്രാർത്ഥിച്ച് അവരെ ഒന്ന് അനുഗ്രഹിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഞങ്ങൾ കർത്താവെ 2 കുഞ്ഞുങ്ങളെയും കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കർത്താവെ ജോഹാൻ ആലീസ് അലക്സ് എന്ന ഈ മോളെ ഞങ്ങൾ കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പാ. അവിടുത്തെ ദൃഷ്ടി എപ്പോഴും പൈതലിൻ്റെ മേലുണ്ടായിരിക്കണമേ. അവിടുത്തെ ദൂതന്മാരെപ്പോഴും കാവലുണ്ടായിരിക്കണമേ. ഈ കുഞ്ഞ് കർത്താവെ അവിടുത്തെ സമയത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കണ്ടെത്തുവാൻ അവിടുന്ന് നീ അവസരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനായ പിശാചിൻ്റെ എന്തെങ്കിലും നോട്ടം ഈ കുഞ്ഞിൻ്റെ മേലുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം കുഞ്ഞിനെ വിടുവിച്ച് കർത്താവെ ബാലാഷിൽ നിന്നെല്ലാം വിടുവിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ കുഞ്ഞ് വളരുവാൻ ദൈവഭയത്തിലും മനുഷ്യരുടെ പ്രീതിയിലും കുഞ്ഞ് വളർന്നു വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ ഞങ്ങൾ നെഹമായ മാത്യു ജെറി എന്ന് പറഞ്ഞ ഈ മോനെ ഞങ്ങൾ കർത്താവെ അനുഗ്രഹിക്കുന്ന കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പൈതലിനെ ഞങ്ങൾ കർത്താവെ ഞങ്ങൾ സഭയായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവിടുത്തെ സമയത്ത് ഈ പൈതലിന് അങ്ങേ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള കൃപ നീ കൊടുക്കാട്ട് കർത്താവെ. പലാഷെന്നെല്ലാം വിടുവിച്ച് കർത്താവെ ആരോഗ്യത്തോടെ ബലത്തോടെ ഈ പൈതൽ വളർന്നു വരുവാൻ ദൈവഭയത്തിലും മനുഷ്യരുടെ പ്രീതിയിലും മുതിർന്നു വരുവാൻ ഇടയാക്കണമേ. ദുഷ്ടനായ പിശാചിൻ്റെ എന്തെങ്കിലും നോട്ടം ഈ കുഞ്ഞിൻ്റെ മേലുണ്ടെങ്കിൽ കർത്താവ് അവിടുത്തെ ദൂതന്മാരെ നിരന്തരം ഈ കുഞ്ഞിനെ കാവലാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. പ്രത്യേകിച്ച് ഇരുമാതാപിതാക്കൾക്കും വിശേഷമായ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്നന്ന് ദൈവത്തോട് കൃപ ചോദിച്ച് ദൈവിക ജ്ഞാനത്തിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാനും പ്രത്യേകിച്ച് അവരുടെ മുമ്പിൽ ഏറ്റവും മാതൃകയോടെ ജീവിക്കുവാൻ നല്ല ക്രിസ്തീയ ജീവിതം കർത്താവെ അവരുടെ വീടുകളിൽ അവർ കാഴ്ചവെച്ച് കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കാൻ 2 പേർക്കും ഇടയാക്കണമേ. അവർക്ക് ആദ്യം കൊടുത്ത മൂത്ത 2 കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണമേ അപ്പാ. സ്തോത്രം. അവരുടെ മാതാപിതാക്കൾക്കും ഈ സാക്ഷ്യം വഹിക്കുവാനുള്ള കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. അവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ട് അവരുടെ കൂടപ്പുറപ്പുകളെയും അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാതിനും കേട്ടിരിക്കുക സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.